എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതന്മാർ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒറ്റ വാക്യം നമുക്ക് വായിക്കാം. 127 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. 127 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഹരിക്കുന്നു. ഒരു വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ടെ. 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നിങ്ങൾ ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. എത്ര പേര് ഇത് ശ്രദ്ധിച്ചു? എത്ര പേര് ഇത് ശ്രദ്ധിച്ചായിരുന്നു? ആമേൻ, ഹല്ലേലൂയ. 1-ാമത് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു വീട് നമ്മുടെ സ്വയമായിട്ട് നമ്മൾ വീടൊക്കെ നമ്മൾ കാശ് മുടക്കി നമ്മൾ പണിയുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയാനിരിക്കുന്നത്. നമ്മുടെ ഇവിടെ മാതാപിതാക്കന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പണിയാൻ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിൽ തന്നെ മാതാപിതാക്കളുടെ മാതൃകയോട് വളർത്തിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തായി മാറണം? ആദ്യമേ മാതൃകയായി മാറണം, അല്ലേ? അതോടൊപ്പം നമ്മൾ ഈ യഹോവ വീട് പണിയാതിരുന്നാൽ എന്നുള്ള പദത്തോട് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ചില മിനിറ്റ് മാത്രം എടുക്കത്തുള്ളൂ, നിങ്ങൾ ബോറടിപ്പിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ, അവരുടേതായിരിക്കുന്ന സാഹചര്യങ്ങളെ പണിയുന്നത് ആരായിരിക്കണം എന്നറിയാമോ? പറഞ്ഞിട്ട് ആരായിരിക്കണം? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരായിരിക്കണം പണിയുന്നേ? യഹോവയായിരിക്കണം പണിയുന്നേ. ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരിക എന്നിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തൻ്റെ അടുത്തുള്ള ജാതികളായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത കുഞ്ഞുങ്ങൾ അവർ ചോദിക്കുന്ന പോലെ ഒരു നല്ല ഏതെങ്കിലും ഒരു ആഡംബരമായ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഒരു നല്ലൊരു വില കൂടിയ ബൈക്ക് ചോദിക്കാന്നിരിക്കട്ടെ. നമ്മുടെ ഒരു യവനക്കാരൻ ഒരു 17-18 പൈസ ഒരു ബൈക്ക് ചോദിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞും ചോദിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ മേടിച്ചു കൊടുക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഇത് ആവശ്യമാണോ, അല്ലെങ്കിൽ ദൈവം അവനെ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. അപ്പോൾ ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മൾ ആ കുഞ്ഞിൻ്റെ സാഹചര്യം നോക്കി അവൻ ഒരു നേരം പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ അവൻ എന്തേലും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മേടിച്ച് നമ്മുടെ കുഞ്ഞിനത് മേടിച്ച് കൊടുക്കുക, അല്ലേ? ശരിയല്ലേ? കുഞ്ഞ് 2-ാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ കീഴിലോ അങ്ങനെ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാൾ ഉപരി ബൈബിളിൽ നല്ലൊരു വചനമുണ്ട്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എത്ര ശ്രേഷ്ഠമായത് നൽകുമെന്ന വചനം. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുവാൻ ഞാൻ ഒറ്റ ഒരു ചോദ്യം, ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുവാൻ പ്രേരിപ്പിച്ച് നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുക, അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് മുമ്പ് സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ കാത്തിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി? എത്ര പേരുണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവര്? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പം ഇത് ഞാൻ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി, ആത്മീയമായി വളരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലുപരിയായിട്ട് കുഞ്ഞുങ്ങളിൽ ദൈവഭയം കൊടുപ്പാൻ, വരും തലമുറ ദൈവത്തിൽ വളർന്നു വരുവാൻ വേണ്ടി എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്? ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ് പറയുക എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ പാസ്റ്ററെ വിളിച്ചിട്ട് പറയും. എന്താ പറയും? പാസ്റ്ററെ, അവൻ ഇന്നലത്തെ സ്കൂളിൽ പോയിട്ട് വന്ന ക്ഷീണമാ, രാവിലെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് ഇന്ന് കുഞ്ഞ് എവിടെ വരുന്നില്ല? സൺഡേ സ്കൂളിൽ വരുന്നില്ല എന്ന് പറയുന്നവരല്ലേ നമ്മൾ? ആണോ? അല്ലേ?
ആമേൻ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ വാക്യം കൂടെ മോളെ വായിച്ച് ഞാൻ എൻ്റെ വാക്യം നിർത്താം. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ 2 മിനിറ്റിനകത്ത് ഞാൻ മെസ്സേജ് നിർത്താൻ പോവുകയാണേ. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചു പോവുക. ഞാൻ വായിച്ച് മാത്രം വിട്ടതേ ഉള്ളൂ. ഈ ഒറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വായിച്ചാൽ മോളെ. ഇയ്യോബ് ദൈവഭക്തൻ ആയിരിക്കുന്നത് കൊണ്ട് അതിന് 7-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേരെ. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു ചോദിച്ചതിന് സാത്താൻ വളരെ ശ്രദ്ധിക്കണേ. സാത്താനോട് യഹോവ ചോദിക്കുകയാണ് നീ എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ പറയുകയാണ് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അവിടെ നിർത്തിക്കോ. ഊടാടി സഞ്ചരിച്ചു. എന്നിട്ട് പറയുകയാണ് ഒരു അംബാനിയുടെ വീട്ടിൽ ഞാൻ പോയി, അല്ല ഞാനൊരു അദാനിയുടെ വീട്ടിൽ ഞാൻ പോയി, അല്ല ഇന്ന കോഴിക്കാനം ഗ്രാമത്തിലെ അവിടുത്തെ ഒരു മുതലാളിയുടെ വീട്ടിൽ ഞാൻ പോയി എന്നാണോ പറഞ്ഞേ? ആണോ പറഞ്ഞേ? നിങ്ങൾ ശ്രദ്ധിച്ചേ ഇങ്ങോട്ട്. ആണോ? അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ എങ്ങനെയാ പറഞ്ഞേ? അടുത്ത വാക്യം നമ്മൾ നിർത്തിയതിന് അവിടെ കൊണ്ട് പോവാ. യഹോവ സാത്താനോട് കണ്ടോണം, ദൈവം ചോദിക്കുകയാണ് നീ അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ കോഴിക്കാനത്തെ വലിയ ധനാട്യനോ നീ കണ്ടോന്ന് കർത്താവ് ചോദിച്ചില്ല. പിന്നെ ആരെ കണ്ടോന്നാ ചോദിച്ചേ? ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചോ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇന്ന് നമ്മുടെ ആത്മിക ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനെ അല്ലെങ്കിൽ ദൈവം സംരക്ഷിച്ചു വച്ചിരിക്കുന്നവനെ അടുത്ത് ആരുടെ കാഴ്ച ദൃഷ്ടി പോകുന്നേ? സാത്താന്റെ ദൃഷ്ടി പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പൊ സാത്താന്റെ ദൃഷ്ടി എവിടെയാ പോകുന്നത്? പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടില്. പിന്നെ എവിടെയാ? ആരാധിക്കുന്നവന്റെ വീട്ടില്, ഇല്ലേ? അപ്പോ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുകയും അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ ആ തലമുറയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ആര് പോരാടുന്നത്? പറ. സാത്താൻ പോരാടുന്നത്. കർത്താവ് അവിടെ എന്താ പറഞ്ഞേ? സാത്താൻ എന്താ പറഞ്ഞേ? അവനെ ചുറ്റും നീ വേലി കെട്ടി വച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ അടുത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പോകാൻ പറ്റിയില്ല. പ്രാർത്ഥിക്കുന്ന മാതാവ് ഇവിടെ ഉണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടോ? നിന്റെ തലമുറയെ വേലികെട്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ ഉണ്ട്. നിന്റെ തലമുറ വഴിതെറ്റി പോകാതെ, നിന്റെ തലമുറ ജാതികളായി മാറാതെ, നിന്റെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ നിന്റെ തലമുറയെ വേലികെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ നടുക്ക് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നിങ്ങളൊരു തീരുമാനമെടുക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെ, എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ യഹോവ പണിയണം.